നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കോളേജിൽ വെച്ച് മഹിമയുടെ സർജിക്കൽ നൈഫ് നീ മോഷ്ടിച്ചു. അത് വെച്ച് പീതാംബരനെ കൊന്ന് നീ അവളെ പ്രതിയാക്കി. പക്ഷെ നിന്റെ കഷ്ടകാലത്തിന് മഹിമ ഹെൽമറ്റ് ധരിക്കാതെ വണ്ടി ഓടിച്ചതുകൊണ്ട് ട്രാഫിക് ക്യാമറയിൽ പെട്ടുപോയി. ആ തെളിവ് വെച്ച് അവള് രക്ഷപ്പെട്ടു. മേഡം പറഞ്ഞ കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ തെളിയിക്കാൻ പറ്റണ്ടേ? പിന്നെ ഈ കൊലപാതകം ചെയ്ത് ഞാനാണെന്ന് തന്നെ ഇരിക്കട്ടെ, മേഡത്തിന്റെ പോലീസുകാരെ കൊണ്ട് ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. നിയമത്തിന്റെ വഴിക്ക് നിന്നെ ശിക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പക്ഷെ നിയമത്തിന്റെ പഴുതിലൂടെ നിന്നെ പോലുള്ളവന്മാര് പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്. നിന്നെ പോലുള്ളൊരു സൈക്കോയെ രക്ഷപ്പെടാൻ സമ്മതിച്ച നീ ഇനിയും ഒരുപാട് പാവങ്ങളെ ദ്രോഹിക്കും. അതുകൊണ്ട് നിനക്കെതിരെ തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിൽ നിന്നെ എൻകൗണ്ടർ ചെയ്യാനാ എന്റെ തീരുമാനം. മതി, ഇത് മതി. ബിബി എല്ലാം റെക്കോർഡ് ചെയ്തില്ലേ? ഇത് ഓൺലൈനിൽ ഇട്ടാൽ മാഡത്തിന്റെ കരിയർ തീർന്നു. ഇതുവരെ മാഡത്തിനെ വാഴ്ത്തിയവരെല്ലാം മാഡത്തിനെ ചീത്ത വിളിക്കാൻ തുടങ്ങും. എടാ, വേണ്ട, അവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നീ ഇത് എവിടെ വേണമെങ്കിലും ഇട്ടോ. അതിനു മുമ്പ് ഫോണിന് എന്തെങ്കിലും റെക്കോർഡായോ നോക്ക്. ഫോണിൽ തന്നെ നോട്ട്. എടാ, ഇതിലെന്തോന്നും കേക്കാത്തത്? നീ റെക്കോർഡ് ചെയ്തില്ലേ? ചെയ്തു. എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എന്താ പറ്റിയെന്നേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും വൃത്തിയോട് കാണിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുമായിട്ടാ വന്നത്. എന്താ ചേച്ചി ഇത്? ഇതാണ് ജാമർ. ഇത് ഓണാക്കി കഴിഞ്ഞാ പിന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും വർക്ക് ചെയ്യില്ല. ചില സ്ഥലങ്ങളിൽ റെയ്ഡിന് പോകുമ്പോ അവിടെയുള്ളവര് ഫോൺ വഴി ആരെയും ബന്ധപ്പെടാതിരിക്കാൻ പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു വലിയ മെഷീനിന്റെ കുട്ടി വേർഷനാണിത്. മോനെ അഭി, നിനക്ക് ബുദ്ധിയുണ്ടെന്ന് നീ കരുതിക്കോ. പക്ഷേ ബാക്കിയുള്ളവര് മണ്ടന്മാരാണെന്ന് കരുതല്ലേ. നിന്റെ കളികളെല്ലാം അവസാനിക്കാറായി മോനെ. വൈകാതെ നിനക്ക് പൂട്ട് വീഴും. ചേച്ചി അങ്ങ് മാസായല്ലോ. എടാ അഭി, എടാ നീ പേടിക്കാതിരിക്കടാ. നിനക്ക് എന്നെ വിശ്വാസമല്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പൊ ഞാൻ വഴിയുണ്ടാക്കാം. നീ ടെൻഷൻ അടിക്കണ്ട. അഭിയാണ് പീതാംബരനെ കൊന്നതെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതിനെ എങ്ങനെയെങ്കിലും തെളിയിച്ചാ മതി. അത് അത്ര എളുപ്പമാവില്ല. മാഡം പറഞ്ഞ പോലെ അവൻ നല്ല ബുദ്ധിയുള്ള കുറ്റവാളിയാ. എത്ര ബുദ്ധിയുള്ള കുറ്റവാളിയാണെങ്കിലും
ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെച്ച് കാണും. അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. സംഭവം നടന്നിട്ട് 5 വർഷമായി. ഇനി എന്ത് തെളിവുകൾ ശേഖരിക്കാനാ? നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ലേ? ഇത്രയും കാലം കുറ്റം ചെയ്തത് ആരാണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ അഭിയാണ് കൊലയാളിയെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ നന്നായിട്ട് അന്വേഷിച്ചാ നമുക്ക് അഭിക്കെതിരെ വേണ്ട തെളിവുകൾ കിട്ടും. അബിയെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടാവോ? അതിനുള്ള അനുവാദം ഞാൻ തരാം. അതുകൊണ്ട് എന്താ കാര്യം? അവൻ പഠിച്ച കള്ളനാ. എത്ര ചോദിച്ചാലും അവൻ ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ല. നമ്മളിങ്ങനെ അവനെ ചോദ്യം ചെയ്യാൻ ചെല്ലുമെന്ന് മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പോലെ തയ്യാറെടുത്തിട്ടായിരിക്കും അവൻ ഇരിക്കുന്നെ. അഭിക്കേ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് മുൻകൂട്ടി കണക്കൂട്ടാൻ കഴിയുന്നതുകൊണ്ടാ അവൻ രക്ഷപ്പെടുന്നത്. ഇനി നമ്മൾ അവൻ പ്രതീക്ഷിക്കാത്ത നീക്കങ്ങൾ നടത്തണം. അതെന്ത് നീക്കോ? അനിതേ, മാഡം. ഇങ്ങ വാ. എന്തായിരുന്നു അവിടെ ഒരു ചാരപ്പണി? ചാരപ്പണിയോ? ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന എന്നെ പോലൊരു ഓഫീസർക്കെതിരെ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഒരു ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഓഫീസറെ കൊള്ളാം. മാഡം ചാർജ് എടുത്ത ദിവസം മുതൽ എന്നെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയതാ. അത് ചിലപ്പോ എന്റെ ജൂനിയർ ആയിരുന്ന കാലത്ത് മാഡം മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തതിന് ഞാൻ കുറെ ചീത്ത വിളിച്ചതുകൊണ്ടാവാം. പക്ഷേ അതിന് പ്രതികാര നടപടി പോലെ എന്നെ ക്രൂശിക്കാനാണ് പരിപാടിയെങ്കിൽ എനിക്ക് അസോസിയേഷനിൽ പരാതി കൊടുക്കേണ്ടി വരും. ഭീഷണിയാണോ? മാഡത്തിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതേ ഞാൻ വന്ന ദിവസം തന്നെ കാണിക്കണമെന്ന് കരുതിയതാ. പിന്നെ സമയമാവട്ടെ എന്ന് കരുതി കാത്തു നിന്നതാ. ഇത് നിന്റെ തന്തയുടെ അക്കൗണ്ടിലേക്ക് ഈ നാട്ടിലെ പല കച്ചവടക്കാരും സ്ഥിരമായിട്ട് ഇടാറുള്ള കാശിന്റെ വിവരങ്ങളാ. ഇവരിൽ പലതും നിനക്ക് തരുന്ന കൈക്കൂലിയാണിതെന്നും രേഖാമൂലം എന്നെ അറിയിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട നിന്റെ തന്ത ടൗൺ സെന്ററിൽ 10 സെന്റ് സ്ഥലം വാങ്ങിയത് ആരുടെ കാശുകൊണ്ടാണെന്ന് എനിക്കറിയാം. അത് നീ കൊടുത്ത കാശാണെന്ന് തെളിയിക്കാനും എനിക്ക് പറ്റും. ഇതെല്ലാം ഞാൻ വിജിലൻസിന് കൈമാറിയ ഒരു അസോസിയേഷനും നിന്നെ രക്ഷിക്കാൻ വരില്ല. മാഡം, ഞാൻ വീണ്ടും ഈ യൂണിഫോം ഇട്ടപ്പോ ഒരേ ഒരു വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് നശിപ്പിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് കാശ് കിട്ടിയ എന്ത് വൃത്തിയായിട്ടും ചെയ്യാൻ മടിയില്ലാത്ത നിന്നെ പോലുള്ളവരാ. കാക്കിയുടെ വില കളയുന്നത് നിന്നെ പോലുള്ളവരാ. മാഡം പ്ലീസ്, ഒരബദ്ധം പറ്റിപ്പോയതാ. എന്റെ ജോലി കളയരുത്. ജോലി കളഞ്ഞാലേ നിന്നെ എനിക്ക് എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? നിന്നെ ഞാൻ എന്റെ കൂടെ തന്നെ നിർത്തും. എന്നിട്ട് നീ ഒരു നല്ല പോലീസുകാരി ആവുന്നത് വരെ നിനക്ക് 8 പണികൾ തന്നുകൊണ്ടേയിരിക്കും.